നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ വിജയാഘോഷത്തിനിടയിൽ വൻ ദുരന്തം. തിക്കിലും തിരക്കിലും പെട്ട 11 മരണം. മരിച്ചവരിൽ 4 സ്ത്രീകളും ഒരു കുട്ടിയും. അപകടമുണ്ടായത് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപം. 50ഓളം പേർക്ക് പരിക്ക്. അപകടത്തിന് കാരണം താരങ്ങളെ കാണാൻ ആളുകൾ കൂട്ടമായി എത്തിയത്. മാപ്പ് ചോദിച്ച് DK ശിവകുമാർ. സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന വിമർശനം അപലപിച്ച് പ്രധാനമന്ത്രി. ഹജ്ജ് കർമ്മത്തിന് തുടക്കം കുറിച്ച് ഹാജിമാർ മിന താഴ്വരയിലേക്ക്. അറഫ സംഗമം നാളെ. ഇത്തവണ ഹജ്ജിനെത്തിയിരിക്കുന്നത് 18 ലക്ഷം തീർത്ഥാടകർ. മക്കയിലും പുണ്യസ്ഥലങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ. കുവൈറ്റിൽ വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനുള്ള ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് അനുവദിച്ച ഫീസ് ഇളവ് റദ്ദാക്കി. നടപടി പുതിയ വിസയിൽ കൊണ്ടുവന്ന തൊഴിലാളികളുടെ വിസ മാറ്റത്തിനും ബാധകം. ദുബായിൽ വാടക കരാർ രജിസ്ട്രേഷൻ നടപടികൾ വാട്സാപ്പിലൂടെയും പൂർത്തീകരിക്കാൻ തീരുമാനം. നടപടി സർക്കാർ സേവനങ്ങൾ ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായി. സംസ്ഥാന ദേശീയപാത ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിതിൻ ഗഡ്കരിയുമായി കൂടിക്കാഴ്ച നടത്തി. കൂരിയാട് പാത തകർന്നതിൽ തുടർ നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കൂരിയാട് ദേശീയപാതയുടെ നിർമ്മാണ ചെലവ് കരാർ കമ്പനി വഹിക്കും. സ്ഥലമേറ്റെടുപ്പിന്റെ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് കേരളം. മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശത്തിൽ നിലമ്പൂരിൽ നേതാക്കളുടെ വാക്പോര് തുടരുന്നു. CPM നേതാക്കളുടെ മുൻ പരാമർശങ്ങൾ എണ്ണിപ്പറഞ്ഞ് പ്രതിപക്ഷ നേതാവ്. ഇടത് വലത് മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ പോരാണ് നിലമ്പൂരിലെന്ന് VD സതീശൻ. വോട്ടർമാരെ വർഗീയമായി ഭിന്നിപ്പിക്കാൻ UDF ശ്രമിക്കുന്നുവെന്ന് A വിജയരാഘവൻ. പിണറായി കേരളം കണ്ട ഏറ്റവും വലിയ വഞ്ചകനെന്ന് PV അൻവർ. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൻ്റെ വിജയാഘോഷത്തിനിടയിൽ വൻ ദുരന്തം. തിക്കിലും തിരക്കിലും പെട്ട് 11 മരണം. മരിച്ചവരിൽ 4 സ്ത്രീകളും ഒരു കുട്ടിയുമുണ്ട്. അപകടമുണ്ടായത് ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് സമീപമാണ്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപകടത്തിന് കാരണം താരങ്ങളെ കാണാൻ ആളുകൾ കൂട്ടമായി എത്തിയതാണ്. കന്നിക്കിരീട വിജയം ആഘോഷിക്കാൻ ആരാധകർ കൂട്ടമായി എത്തിയത് വൻ ദുരന്തത്തിലാണ് കലാശിച്ചത്. വിധാൻ സൗധ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയം വരെ തുറന്ന ബസ്സിൽ താരങ്ങളെ ഉൾപ്പെടുത്തി വിക്ടറി പരേഡ് നടത്താനായിരുന്നു കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ തീരുമാനിച്ചത്. റോഡിൽ ഉടനീളം തിരക്ക് അനിയന്ത്രിതമായതോടെ വിക്ടറി പരേഡ് മാറ്റിവെക്കുകയും ഇതറിഞ്ഞ ആരാധകർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയതുമാണ് അപകടത്തിന് കാരണമായത്. സ്റ്റേഡിയത്തിൽ എത്തിയ RCB താരങ്ങൾ പുറത്ത് അപകടം നടക്കുന്നത് അറിഞ്ഞിട്ടും കിരീട വിജയാഘോഷം തുടർന്നത് വൻ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലും പരിക്കേറ്റവരെ ബൗളിംഗ് ആശുപത്രിയിലും ലേഡി കഴ്സൺ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ബംഗളൂരു ദുരന്തം IPL വിജയത്തിൻ്റെ സന്തോഷം മായ്ച്ചുവെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു. അതേസമയം തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാത്തതിൽ ജനങ്ങളോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ആദ്യം തന്നെ പ്രതികരിച്ചിരുന്നു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് അടുക്കവേ ആരോപണ പ്രത്യാരോപണങ്ങളുമായി മുന്നണികൾ. മുഖ്യമന്ത്രി മലപ്പുറത്തെ അധിക്ഷേപിച്ചുവെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ പ്രതിപക്ഷം നിലമ്പൂരിലെ വോട്ടർമാരെ വർഗീയമായി ഭിന്നിപ്പിച്ചിരിക്കുകയാണെന്ന് ഇടതുമുന്നണി നേതാക്കളും പറയുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിലെത്തുന്നതോടെ വാക്പോര് കൂടുതൽ കടുക്കും. മുഖ്യമന്ത്രി നേരത്തെ നടത്തിയ പരാമർശങ്ങൾ ഉയർത്തിക്കാട്ടി പ്രതിപക്ഷമാണ് വിവാദത്തിന് തുടക്കമിട്ടത്. മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ നടത്തിയ പരാമർശമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രചരണ രംഗത്ത് സജീവമായി ഉപയോഗിക്കുന്നത്. കൂടാതെ A വിജയരാഘവൻ ഉൾപ്പെടെ നേരത്തെ മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളും പ്രതിപക്ഷം ആയുധമാക്കുന്നു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഈ വാചകം ആവർത്തിച്ച് മലപ്പുറം മുഴുവൻ തീവ്രവാദികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞ വിജയരാഘവൻ ഒറ്റയ്ക്കല്ലല്ലോ പറയുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പറഞ്ഞ അതേ കാര്യം ഞങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനോടും CPM നേതൃത്വത്തോടും പറയാനുള്ളത് ആ മലപ്പുറം മുഴുവൻ തീവ്രവാദികളാണ് എന്നുള്ള നിലപാട് നിങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ദേശീയപാതയുടെ തകർച്ചയും പ്രതിപക്ഷത്തിന് തെരഞ്ഞെടുപ്പ് വിഷയമാണ്. നാഷണൽ ഹൈവേ നിർമ്മാണം നടക്കുന്ന എല്ലാ ജില്ലകളിലും ചീട്ടുകൊട്ടാരം പോലെ ഈ നിർമ്മിതികൾ തകർന്നു വീഴുകയും വിള്ളലുകൾ ഉണ്ടാവുകയും ചെയ്യാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതി. അപ്പൊ ഈ ക്രമക്കേടുകൾക്ക് ആരാണ് ഉത്തരവാദി? സർക്കാരിന്. ഞങ്ങളുടെ ചോദ്യം, ഈ കേരള സർക്കാരിന് പരാതിയില്ലേ?
എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ ഇടതുപക്ഷം തിരിച്ചടി നൽകുന്നു. നിലമ്പൂരിലെ വോട്ടർമാരെ വർഗീയമായി ഭിന്നിപ്പിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്ന് വിജയരാഘവൻ ആരോപിച്ചു. നിലമ്പൂരിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കണമെന്നാണ് UDF ആഗ്രഹിക്കുന്നത്. എന്തൊരു ആപത്കരമായ സമീപനമാണ് UDF ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തി. മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ സതീശിനെ മനസ്സിലാക്കുന്നില്ല. സതീശിന് ഈ മലപ്പുറം ജില്ലയെ മനസ്സിലാക്കി. വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ മണ്ഡലത്തിലെത്തുന്നതോടെ ആരോപണങ്ങൾ ഇനിയും ഉയരും. ഇതിനിടയിൽ മണ്ഡലത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുമോ എന്ന് കണ്ടറിയണം. അമൃത ന്യൂസ്, മലപ്പുറം. മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് PV അൻവർ തന്നെ വഞ്ചകനെന്ന് വിളിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനാണ് യഥാർത്ഥ വഞ്ചകനെന്നും VS-നെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായിയുടെ മുഖ്യമന്ത്രി പദമെന്നും അൻവർ ആരോപിച്ചു. PV അൻവറിന്റെ വൻ ചതിയാണ് നിലമ്പൂരിനെ തെരഞ്ഞെടുപ്പിലേക്ക് നയിച്ചതെന്ന് കഴിഞ്ഞ ദിവസം LDF കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിനെതിരെയാണ് അൻവർ കടുത്ത ആരോപണങ്ങളുമായി രംഗത്തു വന്നത്. വഞ്ചകന്മാർക്ക് നേതൃത്വം നൽകുന്ന വൻ വഞ്ചകനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. VS അച്യുതാനന്ദനെ വഞ്ചിച്ചതിന്റെ ഫലമാണ് പിണറായിയുടെ മുഖ്യമന്ത്രി പദമെന്നും അൻവർ പറഞ്ഞു. മലപ്പുറത്തെയും മുനമ്പത്തെയും വഞ്ചിച്ച മുഖ്യമന്ത്രിയാണ് തന്നെ വഞ്ചകനെന്ന് വിളിക്കുന്നത്. ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി. അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത്. അന്ന് നൽകിയിരുന്ന വാക്കുകളൊന്നും പാലിക്കപ്പെട്ടില്ല. CRC-യും NRC-യുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല. അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ. പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു. ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്? ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണല്ലേ ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെതിരെയും അൻവർ ആരോപണം ഉന്നയിച്ചു. 60 കിലോമീറ്റർ വേണം ഇപ്പൊ കോഴിക്കോട്ടേക്ക്, പെരിന്തൽമണ്ണയിലേക്ക് വെറും 14 കിലോമീറ്റർ. ആ മുണ്ടേരി ഒന്ന് ക്രോസ് ചെയ്താൽ മതി. ഒരു ഫ്ലൈ ഓവർ പോലെ പാത കെട്ടിയാൽ 1 ഇഞ്ച് ഭൂമി വേണ്ട, മൃഗങ്ങൾ അടിയിലൂടെ പോയിക്കോളും. സ്ഥലം ഞാൻ കൊടുക്കാന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്നു. കേരളത്തിന്റെ നിയമസഭയിൽ PV അൻവർ എന്ന് പറയുന്ന വ്യക്തി കൊടുത്ത കത്ത് അവിടെ കിടക്കുക. എക്സ്ചേഞ്ച് ഭൂമി, നിങ്ങൾ അതിനൊരു പണം ചെലവാക്കണ്ട എന്ന് പറഞ്ഞത് അട്ടിമറിച്ചു. എന്തിന് തുരങ്കമുണ്ടാക്കി കമ്മീഷൻ അടിക്കാൻ? ഇത് നിലമ്പൂരിലെ ജനങ്ങൾക്കറിയില്ലേ? പത്രസമ്മേളനം വിളിക്കാൻ ഞാൻ വെല്ലുവിളിക്കുന്നു മുഹമ്മദ് റിയാസിനെയും ഈ പറയുന്ന മുഖ്യമന്ത്രിയെയും. തിരുവനന്തപുരത്തേക്ക് ഞാൻ വരാം. എന്നാൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അൻവർ ആരോപണം ഉന്നയിച്ചില്ല. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ അൻവർ ഇതുവരെ പ്രചരണ രംഗത്ത് സജീവമായിട്ടില്ല. 7-ാം തീയതിക്ക് ശേഷം മാത്രമേ പ്രചരണം തുടങ്ങൂവെന്ന് അൻവർ പറഞ്ഞു. അമൃത ന്യൂസ്, മലപ്പുറം. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ PV അൻവറിന് ഹൈക്കോടതി നോട്ടീസ്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ വിവരങ്ങൾ ചോർത്തിയെന്ന കേസിലാണ് നോട്ടീസ്. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഫോൺ സംഭാഷണം ചോർത്തിയെന്ന് അൻവർ തന്നെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ക്രൈംബ്രാഞ്ച് കേസെടുത്തത്. സൈബർ ക്രൈം നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിൽ കലാപാഹ്വാനവും ചുമത്തിയിട്ടുണ്ട്. കേസ് CBIക്ക് വിടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലാണ് അൻവറിന് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കമായി തീർത്ഥാടകർ മിനയിലേക്ക് നീങ്ങിത്തുടങ്ങി. തീർത്ഥാടകരെ സ്വീകരിക്കാൻ മിന അടക്കമുള്ള പുണ്യ നഗരികൾ ഒരുങ്ങിക്കഴിഞ്ഞു. സൗദിയുടെ ഹെൽത്ത്, ട്രാഫിക് അടക്കമുള്ള എല്ലാ മന്ത്രാലയങ്ങളും പൂർണ്ണ സജ്ജമാണ്. തീർത്ഥാടകർ ഇന്ന് രാത്രി മിനായിൽ രാപ്പാർക്കും. നാളെയാണ് അറഫ സംഗമം. ഈ വർഷത്തെ ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കമായി. തമ്പുകളുടെ നഗരമായ മിനയും അറഫയും അടക്കമുള്ള എല്ലാ പുണ്യനഗരങ്ങളും എല്ലാ അർത്ഥത്തിലും ഹാജിമാരെ സ്വീകരിക്കാൻ സജ്ജമായിട്ടുണ്ട്. പുണ്യഭൂമി പൂർണ്ണമായും സൗദി സുരക്ഷാ സേനയുടെ നിയന്ത്രണത്തിലാണ്. പുണ്യനഗരിയിലേക്ക് തെസിരി ഉള്ളവർക്ക് മാത്രമാണ് പ്രവേശനം. 2 ലക്ഷത്തിലേറെ പേരെയാണ് തെസിരി ഇല്ലാത്തതിന്റെ പേരിൽ മക്ക ചെക്ക് പോസ്റ്റിൽ നിന്ന് തിരിച്ചയച്ചത്. ഈ വർഷം ആഭ്യന്തര തീർത്ഥാടകരടക്കം ഏകദേശം 18 ലക്ഷത്തോളം പേരാണ് ഹജ്ജ് ചെയ്യുക. 1,22,518 തീർത്ഥാടകരാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്ന് ഹജ്ജിനെത്തിയത്. അതിൽ 18,000 തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയാണ് വന്നിട്ടുള്ളത്. ഇന്ത്യൻ ഹജ്ജ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ തന്നെ ഇന്ത്യൻ ഹാജിമാർ മിനായിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ബുധനാഴ്ച രാത്രി മിനായിൽ രാപ്പാർക്കുന്ന ഹാജിമാർ വ്യാഴാഴ്ച പുലർച്ചെ അറഫയിലേക്ക് നീങ്ങും. വ്യാഴാഴ്ചയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. ഈ പ്രാവശ്യം ഹജ്ജിന് കടുത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ ജാഗ്രത വേണമെന്ന് ഹജ്ജ് മന്ത്രാലയം ഹാജിമാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുൽഫിഖ്റദായ്, അമൃത ന്യൂസ്, ജിദ്ദ. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ഭാഗമായി മക്കയിലും പുണ്യസ്ഥലങ്ങളിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. രാഷ്ട്രീയ വിഭാഗീയ പതാകകളോ മുദ്രാവാക്യങ്ങളോ ഉയർത്തുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. കബയുടെ പ്രദക്ഷിണം ചെയ്യുന്ന മദാഫ് സ്ഥലം തീർത്ഥാടകർക്ക് മാത്രമായി നീക്കിവെച്ചു. ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തവരെയും
നിയമലംഘകരെയും തടയാൻ മക്കയിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കുമുള്ള റോഡുകളിലും ഇടനാഴികളിലും സുരക്ഷാ ഉദ്യോഗസ്ഥർ കർശന നിരീക്ഷണം നടത്തുന്നുണ്ട്. പുണ്യസ്ഥലങ്ങളിൽ പാചകത്തിനായി തീ കത്തിക്കുന്നതും വിലക്കിയിട്ടുണ്ട്. ഇന്ത്യൻ റോഡ് ടു മക്ക എന്ന ശീർഷകത്തിൽ സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യൻ വംശജരായ മലബാരികൾ പൂർവീകരിൽ നിന്ന് കേട്ടുപഠിച്ച മലയാളം സദസ്സുമായി പങ്കുവയ്ക്കാൻ ഗുഡ്വിൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ജിദ്ദ കമ്മിറ്റി അവസരമൊരുക്കിയത് ഏറെ ശ്രദ്ധേയമായി. ഗുഡ്വിൽ ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് വീരോചിത മലൈഭാരി വർത്തമാനം സെഷനിലാണ് സൗദി അറേബ്യയിൽ ജനിച്ചു വളർന്ന ഇന്ത്യൻ വംശജരായ മലൈഭാരികൾ പൂർവികരിൽ നിന്ന് കേട്ടുപഠിച്ച മലയാളത്തിൽ അവരുടെ ത്യാഗോജ്വലമായ ആദ്യകാല തീർത്ഥാടനാനുഭവങ്ങളും അറേബ്യയിലെ കുട്ടിക്കാലവും മലയാളി പ്രവാസികളുടെ മാഹാത്മ്യവും മതിരിക്കുന്ന മലയാളത്തിൽ പറഞ്ഞത്. നിറഞ്ഞ പുഞ്ചിരിയോടെ സദസ്സ് ഏറ്റെടുത്തു. ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബ്ദുള്ള യൂസഫ്, മുഹമ്മദ് സയ്യിദ് മലൈബാരി, ഷെയ്ഖ് ആദിൽ അംസ മലബാരി, എഞ്ചിനീയർ ആദിൽ മുഹമ്മദ് അലി വല്ലാഞ്ചിറ എന്നിവരാണ് മലയാളത്തിൽ സംവദിച്ച സ്വദേശി പ്രമുഖർ. നിങ്ങളുടെ 30 വർഷത്തിന് മുമ്പേ എന്നും ഞാൻ പോകും. അന്നും ഇന്നും ആ റോഡ് പിന്നെ ഇന്ത്യ ഈസ് ഗ്രേറ്റ് കൺട്രി. ഐ ആം വെരി ഹാപ്പി ബിക്കോസ് ഐ ആം ഇന്ത്യൻ. എസ്പെഷ്യലി ഐ ആം മലബാരി. മലയാളം കുറച്ച് പഠിച്ച് അത്താറ്റാബസ് പലപ്പം എപ്പോഴും പോയി. ഒരു 12 വയസ്സായി ഉള്ളത്. അപ്പോൾ ഫാദറും മദറും ക്ലാസ് ടിക്കറ്റ് എടുത്തു പോകാൻ വേണ്ടി ആദ്യത്തെ പ്രാവശ്യം ഫാദർ പോവാം. അപ്പോൾ പ്രശസ്ത സൗദി സമുദ്രശാസ്ത്രജ്ഞൻ ഡോക്ടർ ഫൈസൽ ബുഖാരി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ GGA പ്രസിഡന്റ് ഹസൻ ചെറുപ്പ വിഷയാവതരണം നടത്തുകയും ചെയ്തു. GGA ജനറൽ സെക്രട്ടറി ഹിസാഖ് പൂണ്ടോളി, ജലീൽ കണ്ണമംഗലം എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ +2 അടക്കം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ GGA പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങിന് കബീർ കൊണ്ടോട്ടിയും ഷിഫാസ് കെയും നേതൃത്വം നൽകി. സുൽഫീഖർ റോദായി, അമൃത ന്യൂസ്, ജിദ്ദ. ഈദാഘോഷങ്ങളുടെ ഒരുക്കത്തിലാണ് UAE. പെരുന്നാൾ കോടിയെടുക്കാനും അവശ്യ സാധനങ്ങൾ വാങ്ങാനുമായി ഷോപ്പിംഗ് തിരക്കിലാണ് പ്രവാസികൾ ഉൾപ്പെടെ എല്ലാവരും. ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ 20 മുതൽ 60% വരെ ആദായ വിൽപ്പനയുമായി ബിഗ് ഈദ് സേവേഴ്സ് ക്യാമ്പയിനുമായിട്ടാണ് ലുലു ഉപഭോക്താക്കളെ വരവേൽക്കുന്നത്. ഈദാഘോഷങ്ങളുടെ ഭാഗമായി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ഏറ്റവും മികച്ച ഓഫറുകളാണ് ഒരുക്കിയിട്ടുള്ളത്. ഈദ് വിഭവങ്ങളുടെ ശ്രേണിയിൽ അരി, ബിരിയാണി അരി, നെയ്, ഈന്തപ്പഴം തുടങ്ങി നിത്യോപയോഗ ഉൽപ്പന്നങ്ങൾ മികച്ച വിലയിലാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. വൻ വിലക്കുറവിൽ ലഗേജ്, ചോക്ലേറ്റ്, പെർഫ്യൂം എന്നിവയും വാങ്ങാം. മത്സ്യം, മാംസം, പച്ചക്കറി തുടങ്ങിയവയുടെ വിപുലമായ ശേഖരവും ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശ്രേണിയും ലഭ്യമാക്കിയിട്ടുണ്ട്. ബിരിയാണി പാക്കുകൾക്കും റെഡി ടു ഈറ്റ് വിഭവങ്ങൾക്കും ആകർഷകമായ ഓഫറുകളുമുണ്ട്. വസ്ത്രങ്ങൾ, പാദരക്ഷകൾ, ഗൃഹോപകരണങ്ങൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയവയ്ക്ക് 20 മുതൽ 60% വരെ വിലക്കിഴിവുണ്ട്. കൂടാതെ 100 ദിർഹത്തിൽ കൂടുതൽ ഷോപ്പിംഗ് ചെയ്യുന്ന ലുലു ഹാപ്പിനെസ് അംഗങ്ങൾക്ക് ഡയമണ്ട് പ്രൊമോഷൻ ക്യാമ്പയിന്റെ ഭാഗമായി വിജയികളാകാനുള്ള അവസരവുമുണ്ട്. അമൃത ന്യൂസ്, ദുബായ്. ഈദ് അൽ അദ്ഹ അടുത്തതോടെ കുവൈറ്റിൽ ബലിമൃഗങ്ങളുടെ വിലയിൽ വൻ വർധനവ്. പെരുന്നാളിന് തൊട്ടുമുമ്പുള്ള നാളെ ഇത് റെക്കോർഡ് തലത്തിലേക്ക് ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രാദേശികമായി വളർത്തുന്ന അൽ-നുഐമി, അൽ മൊഹാജൻ എന്നീ ഇനങ്ങൾക്കാണ് വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ളത്. നിലവിൽ 170 ദിനാറും 200 ദിനാറും ഇടയിലാണ് വില. ഇത് നിലവിലെ അന്താരാഷ്ട്ര എണ്ണവില അനുസരിച്ച് ഏകദേശം 9 ബാരൽ എണ്ണയുടെ മൂല്യത്തിന് തുല്യമാണ്. ഇത് ബലിമൃഗങ്ങളുടെ വിലയിലുണ്ടായ അസാധാരണമായ വർധനവാണ് വ്യക്തമാക്കുന്നത്. കുവൈറ്റിൽ വേനൽക്കാല യാത്രാ സീസണിന് അനുസൃതമായി യാത്രക്കാർക്ക് സേവനം നൽകുന്ന 7 ക്ലിനിക്കുകളിലെ പ്രവൃത്തി സമയവും ദിവസങ്ങളും ദീർഘിപ്പിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. പ്രത്യേക പ്രതിരോധ പരിചരണം ഉറപ്പാക്കുന്നതിനും പൗരന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുമായാണ് ഈ നടപടി. പൊതുജനാരോഗ്യ വിഭാഗത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന യാത്രാ ക്ലിനിക്കുകൾ യാത്രയ്ക്ക് മുമ്പുള്ള ഉപദേശങ്ങളും ആരോഗ്യ സേവനങ്ങളും നൽകുന്ന പ്രത്യേക മെഡിക്കൽ സെൻ്ററുകളാണെന്നും മന്ത്രാലയം വിശദീകരിച്ചു. വിവിധ യാത്രാ സ്ഥലങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന രോഗങ്ങളെക്കുറിച്ചുള്ള അവബോധം, ആവശ്യമായ വാക്സിനേഷനുകൾക്കുള്ള ശുപാർശകൾ, പ്രതിരോധ പരിശോധനകളും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നത് തുടങ്ങിയ സേവനങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു.
ദുബായ് ജനറൽ ഡയറക്ടേഴ്സ് ഓഫ് ഐഡന്റിറ്റി ആൻഡ് ഫോറിനേഴ്സ് അഫേഴ്സ് തങ്ങളുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി പൊതുജന അഭിപ്രായ സർവേ ആരംഭിച്ചു. ദുബായിലെ താമസക്കാരിൽ നിന്ന് ഓൺലൈനിലൂടെ അഭിപ്രായങ്ങൾ ശേഖരിച്ച് സ്ഥാപനത്തിൻ്റെ പ്രവർത്തന രീതികളും നടപടിക്രമങ്ങളും കൂടുതൽ കാര്യക്ഷമമാക്കാൻ ലക്ഷ്യമിട്ടാണ് സർവേ നടപ്പാക്കുന്നത്. പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിൽ GDRFA-യുടെ പ്രതിച്ഛായ വിലയിരുത്താനും നൽകുന്ന സേവനങ്ങളിലും നടപടിക്രമങ്ങളിലുമുള്ള ജനങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാനും സർവേയിൽ പങ്കെടുക്കുന്നവർക്ക് അവസരമുണ്ട്. വാടക കരാർ രജിസ്ട്രേഷൻ നടപടികൾ വാട്സാപ്പിലൂടെ പൂർത്തിയാക്കാൻ അവസരമൊരുക്കി ദുബായ്. കൂടുതൽ സർക്കാർ സേവനങ്ങൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ആക്കുന്നതിനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇജാരി എന്നറിയപ്പെടുന്ന വാടക കരാർ ഉൾപ്പെടെയുള്ളവ വാട്സാപ്പിലൂടെ പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ഇതോടെ ആളുകൾ നേരിട്ടെത്തി വാടക കരാർ രജിസ്ട്രേഷൻ നടത്തേണ്ട ആവശ്യമില്ല. അഖേരി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഇതിനായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടത്. കുവൈറ്റിൽ വർക്ക് പെർമിറ്റുകൾ നൽകുന്നതിനുള്ള ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് അനുവദിച്ച ഫീസ് ഇളവ് റദ്ദാക്കി. പുതിയ വിസയിൽ കൊണ്ടുവന്ന തൊഴിലാളികളുടെ വിസ മാറ്റുന്നതിനും ഫീസ് ഇളവ് റദ്ദാക്കിയിട്ടുണ്ട്. ഒന്നാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫാണ് ഇത് സംബന്ധിച്ച് പുതിയ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇത് പ്രകാരം സർക്കാരിൻ്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള കമ്പനികൾ, സ്വകാര്യ ആശുപത്രികൾ, മെഡിക്കൽ സെൻ്ററുകൾ, സ്വകാര്യ സർവകലാശാലകൾ, സ്വകാര്യ സ്കൂളുകൾ, വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ, സ്പോർട്സ് ക്ലബ്ബുകൾ, സഹകരണ സംഘങ്ങൾ, ചാരിറ്റി സൊസൈറ്റികൾ, കാർഷിക മൃഗ ഫാമുകൾ എന്നിവയിലേക്ക് പുതിയ വർക്ക് പെർമിറ്റുകൾ ലഭിക്കുന്നതിനും ഇവയിലെ തൊഴിലാളികളെ ഇതേ സ്വഭാവത്തിൽ പ്രവർത്തിപ്പിക്കുന്ന മറ്റു സ്ഥാപനങ്ങളിലേക്ക് മാറ്റുന്നതിനും 150 ദിനാർ അധിക ഫീസ് നൽകണം. ഇത് നടപ്പാക്കുന്നത് മൂലമുണ്ടാകുന്ന ഫലങ്ങൾ സംബന്ധിച്ച തീരുമാനം പ്രാബല്യത്തിൽ വന്ന തീയതി മുതൽ 1 വർഷത്തിനകം പഠന റിപ്പോർട്ട് തയ്യാറാക്കുവാനും ഉചിതമായ ശുപാർശകൾ ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിക്കുവാനും മാനവശേഷി സമിതി ഡയറക്ടർ ബോർഡിനെ മന്ത്രി ചുമതലപ്പെടുത്തി. 5 പുതിയ തുരങ്കങ്ങളും 3 പാതകളും ഉൾപ്പെടുത്തി ദുബായ് നഗരത്തിലെ അൽവാസൽ റോഡ് വികസിപ്പിക്കുന്നതിനുള്ള പുതിയ പദ്ധതി ദുബായ് റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തയ്യാറാക്കി. 15 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ പദ്ധതി നടപ്പാക്കുന്നതോടെ ഈ മേഖലയിലെ യാത്രാസമയം പകുതിയായി കുറയും. ഉമ്മുസുഖീം, അൽസഫ സ്ട്രീറ്റുകളുടെ വികസനം ഉൾപ്പെടുന്ന സമഗ്ര പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അൽവാസൽ റോഡ് വികസിപ്പിക്കുന്നത്. അൽവാസൽ റോഡിൻ്റെ വികസനം പൂർത്തിയാകുന്നതോടെ ഇരു ദിശകളിലേക്കും മണിക്കൂറിൽ 12,000-ഓളം വാഹനങ്ങൾക്ക് കടന്നുപോകാൻ സാധിക്കും. സൗദിയിൽ ഭക്ഷ്യേതര സ്ഥാപനങ്ങളുടെ ഹോം ഡെലിവറി സേവനങ്ങൾക്ക് പെർമിറ്റ് നിർബന്ധമാക്കി. സൗദി മുനിസിപ്പാലിറ്റി പാർപ്പിടകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം തീരുമാനിച്ചത്. മന്ത്രാലയത്തിന് കീഴിലെ ബലദി പ്ലാറ്റ്ഫോം വഴി ഹോം ഡെലിവറി പെർമിറ്റ് ലഭ്യമാകും. 2025 ജൂലൈ 1 മുതൽ ഈ പെർമിറ്റ് നിർബന്ധമാക്കും. വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നിയമലംഘകർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനും നഗരസഭകൾ ഫീൽഡ് പരിശോധനകൾ നടത്തും. ജീവിത നിലവാരം ഉയർത്താനും ഡെലിവറി മേഖലയിൽ സുരക്ഷയും നിയമപാലനവും ഉറപ്പാക്കുന്നതിനുള്ള മന്ത്രാലയത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പുതിയ നിയമനം. ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ നിന്നും കുവൈറ്റിൽ ഇറക്കുമതി ചെയ്യുന്ന സാനിറ്ററി വെയറുകൾക്ക് 83.4% വരെ ആൻറ്റി ഡംപിംഗ് തീരുവ ചുമത്താൻ തീരുമാനം. ഇന്ത്യൻ കമ്പനികളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളിൽ 76.4% മുതൽ 83.4% വരെയും ചൈനീസ് ഉൽപ്പന്നങ്ങളിൽ 67.72% വരെയും ചുമത്തും. ആൻറ്റി ഡംപിംഗ് നടപടി ഏറ്റെടുക്കുന്നതിന് കുവൈറ്റ് വാണിജ്യ മന്ത്രാലയം നടത്തിയ അന്വേഷണത്തിൽ ഇന്ത്യ, ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള സാനിറ്ററി വെയർ ഇറക്കുമതി കുവൈറ്റിലെ സ്ഥാപിത വ്യവസായത്തിന് ദോഷകരമാണെന്ന് കണ്ടെത്തി. ഇതിനെ തുടർന്നാണ് ഈ നടപടി. ഈ നിരക്ക് 6 മാസത്തേക്ക് ബാധകമായിരിക്കും. ആഗോളതലത്തിൽ കൂടുതൽ സാന്നിധ്യം ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പ്രമുഖ ഇന്ത്യൻ വസ്ത്ര ബ്രാൻഡായ അലൻസുള്ളയുടെ പുതിയ ഷോറൂം ദുബായിൽ തുറന്നു. ദുബായ് ദേറ സിറ്റി സെൻറ്ററിലാണ് പുതിയ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചത്. കല്യാൺ സിൽക്സുമായി ചേർന്നാണ് ദുബായിലെ ആദ്യ എക്സ്ക്ലൂസീവ് ഷോറൂം തുറന്നത്. ആദിത്യ ബിർള പ്രീമിയം ലൈഫ് സ്റ്റൈൽ ബ്രാൻഡഡ് പ്രസിഡന്റ് ജേക്കബ് ജോൺ, കല്യാൺ സിൽക്സ് ചെയർമാൻ TS പട്ടാഭിരാമൻ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ മഹേഷ് പട്ടാഭിരാമൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള കാഷ്വൽ, സ്മാർട്ട് വെയറുകളും ബാഗുകൾ ഉൾപ്പെടെയുള്ള ആക്സസറികളുടെയും വിപുലമായ ശേഖരമാണ് ദുബായിലെ അലൻസോളി സ്റ്റോറിൽ ഒരുക്കിയിട്ടുള്ളത്. രാജ്യത്ത് സെൻസസിനൊപ്പം ജാതി സെൻസസ് നടത്താൻ കേന്ദ്രം. 2027 മാർച്ച് 1 മുതൽ സെൻസസ് തുടങ്ങും. 2 ഘട്ടങ്ങളിലായി സെൻസസ് നടത്താനാണ് തീരുമാനം. ജനസംഖ്യ കണക്കാക്കുന്നതിനുള്ള സെൻസസ് 2027 മാർച്ച് 1 മുതൽ നടക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്.
ജാതി സെൻസസും ഇതോടൊപ്പം നടത്താനാണ് തീരുമാനം. അടുത്ത സെൻസസിൽ ജാതി ഉപജാതി വിവരങ്ങൾ ഉൾപ്പെടുത്തുമെന്ന് ഏപ്രിൽ 30 തന്നെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഓരോ 10 വർഷം കൂടുമ്പോഴാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്. ഏറ്റവും അവസാനം 2011 സെൻസസ് നടത്തിയിരുന്നത്. 2021 നടക്കേണ്ട സെൻസസ് കോവിഡിനെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു. ലഡാക്ക്, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് തുടങ്ങിയ മഞ്ഞുവീഴ്ചയുള്ള സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷം ഒക്ടോബറിൽ തന്നെ സെൻസസ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2030 സെൻസസിലെ വിവരങ്ങൾ പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. ഇതിനുശേഷം ലോക്സഭാ മണ്ഡല പുനർനിർണയവും വനിതാ സംവരണവും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും അടക്കമുള്ള നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ നീങ്ങിയേക്കുമെന്നാണ് കരുതുന്നത്. 2027 സെൻസസ് നടപടികൾ ആരംഭിച്ചാൽ 16 വർഷത്തിനു ശേഷം നടക്കുന്ന ആദ്യത്തെ സെൻസസ് ആയിരിക്കും. പ്രതിപക്ഷ പാർട്ടികൾ നിരന്തരം ജാതി സെൻസസിന് വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. അപ്പോഴൊന്നും തീരുമാനമെടുക്കാത്ത കേന്ദ്രം ബീഹാർ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ജാതി സെൻസസ് നടപ്പാക്കാൻ ആഹ്വാനം ചെയ്തതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ വിമർശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. നാടിന്റെ വികസനത്തിനായി കൂടുതൽ സംഭാവന തേടി സർക്കാർ. വികസനത്തിനായി പരമാവധി സംഭാവന സ്വീകരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകി. ഭൂമിയും സാധനങ്ങളും പണവും സേവനവും സംഭാവനയായി സമാഹരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പാക്കണമെന്ന് നിർദ്ദേശിച്ച് സർക്കാർ സർക്കുലർ പുറത്തിറക്കി. സംഭാവന വാങ്ങി ഉപയോഗിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രകടനം വർഷം തോറും വിലയിരുത്തും. മികച്ച സ്ഥാപനങ്ങളെ തെരഞ്ഞെടുക്കാൻ ഇത് മാനദണ്ഡമാക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. 6ാം സംസ്ഥാന ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപന പ്രസിഡന്റുമാർക്കും സെക്രട്ടറിമാർക്കും തദ്ദേശ വകുപ്പ് അയച്ച പ്രത്യേക സർക്കുലറിലാണ് സംഭാവനകളുടെ സാധ്യതകൾ തേടാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. ആദായ നികുതി കരാർ നിയമങ്ങൾക്കും വിദേശ സംഭാവന നിയന്ത്രണ നിയമത്തിനും അനുസരിച്ചാണോ സംഭാവനയെന്ന് ഉറപ്പാക്കണമെന്നും സർക്കുലറിൽ പറയുന്നു. സ്കൂളുകൾ, ആശുപത്രികൾ, അങ്കണവാടികൾ, ബഡ് സ്കൂളുകൾ, മറ്റ് ക്ഷേമ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ സൗകര്യങ്ങൾ കൂട്ടുന്നതിലും വെള്ളം, റോഡ്, കളിസ്ഥലം, പാർക്ക് തുടങ്ങിയ പദ്ധതികളിലും സംഭാവനയ്ക്ക് വലിയ സാധ്യതയുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കേരളത്തിൽ ദേശീയപാത നിർമ്മാണം ഡിസംബറോടെ പൂർത്തീകരിക്കുമെന്ന് ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിക്ക് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ഉറപ്പ്. ദേശീയപാത നിർമ്മാണത്തിലെ വീഴ്ചയിൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കൂരിയാട് ദേശീയപാതയുടെ നിർമ്മാണ ചെലവ് കരാർ കമ്പനി വഹിക്കും. അതേസമയം ദേശീയപാത സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തുക വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തരുതെന്ന ആവശ്യവും മുഖ്യമന്ത്രി മുന്നോട്ട് വച്ചു. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയായിരുന്നു മുഖ്യമന്ത്രിയും കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമായി ഡൽഹിയിൽ നടന്നത്. 1 മണിക്കൂർ നീണ്ടുനിന്ന കൂടിക്കാഴ്ചയിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ കഴിഞ്ഞു. കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ ദേശീയപാത 66 ഡിസംബറോടെ പൂർത്തിയാക്കുമെന്ന് കേന്ദ്രം ഉറപ്പു നൽകി. 2026 പുതുവർഷ സമ്മാനമായി ദേശീയപാത 66 നാടിന് സമർപ്പിക്കാനാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. കേരളം കാത്തിരുന്ന മറ്റു ചില പദ്ധതികളിലും കേന്ദ്രത്തിൽ നിന്ന് ഉറപ്പ് ലഭിച്ചു. കൊല്ലം ചെങ്കോട്ട ഗ്രീൻഫീൽഡ് പദ്ധതി സെപ്റ്റംബറിൽ ഉത്തരവിറങ്ങും. തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡ് പദ്ധതി ജൂലൈയിൽ ഉത്തരവാകും. കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായ മറ്റൊരു പ്രധാന വിഷയമായിരുന്നു ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ. നിർമ്മാണത്തിലുണ്ടായ വീഴ്ചയിൽ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അപാകത ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. കൂരിയാട് ദേശീയപാതയിലെ നിർമ്മാണത്തിനായി ഉണ്ടാകുന്ന ചെലവ് കരാർ കമ്പനി വഹിക്കും. 360 മീറ്റർ വയഡക്ട് നിർമ്മിക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ദൗർഭാഗ്യകരമായ ചില സംഭവങ്ങളെ കുറിച്ച് വളരെ വിശദമായി നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിപ്രായം ആ ചർച്ചയിൽ ഉയർന്നു വന്നിരുന്നു. കൂരിയാട് ഇതിന്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിർമ്മാണത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ ഉൾപ്പെടെയും വിശദീകരിച്ചതാണ്. ഇപ്പോ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പറയുന്ന എടുത്ത് 360 മീറ്റർ വയഡക്ട് നിർമ്മിക്കുമെന്നുള്ള നേരത്തെ അറിയിച്ച വിവരം അത് ഉറപ്പുവരുത്താൻ തീരുമാനം ഇന്നത്തെ. അതേസമയം റോഡ് നിർമ്മാണത്തിൽ മണ്ണിന്റെ ഗുണമേന്മ പരിശോധിക്കേണ്ടത് ജലസേചന വകുപ്പും നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ചൂണ്ടിക്കാട്ടി. ദേശീയപാത സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള തുക വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തരുതെന്ന ആവശ്യവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചു. ഇക്കാര്യം കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹത്തോടെ മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ ആദ്യത്തെ പ്രീമിയർ CBSE ഗ്ലോബൽ സ്കൂൾ ആലപ്പുഴയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. സ്കൂളിൻ്റെ ഉദ്ഘാടനം നാളെ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണ അമൃതാനന്ദപുരി നിർവഹിക്കും.
പഠന രീതികളെ കാലാതീതമായ മൂല്യങ്ങളുമായി സംയോജിപ്പിച്ച വിദ്യാർത്ഥികളെ ആഗോളതലത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയാണ് അമൃത ഗ്ലോബൽ സ്കൂളിന്റെ ലക്ഷ്യം. വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ലോകോത്തര സൗകര്യങ്ങളോടെ അനുഭവാധിഷ്ഠിത പഠനമാണ് സ്കൂൾ ലക്ഷ്യമിടുന്നത്. അത്യാധുനിക സാങ്കേതികവിദ്യയും അനുഭവപരിചയവും പകർന്നു നൽകി പാഠ്യേതര വിഷയങ്ങളിലൂടെ മികവുറ്റ വിശ്വപൗരന്മാരെ രൂപപ്പെടുത്തിയെടുക്കുക. പ്രതികൂല സാഹചര്യങ്ങളിൽ പതറാതെ ശാരീരികമായും വൈകാരികമായും ആരോഗ്യമുള്ള വ്യക്തികളെ വളർത്തിയെടുക്കുക എന്നതാണ് ഗ്ലോബൽ സ്കൂളിലൂടെ ലക്ഷ്യമിടുന്നത്. നാട്ടിൻപുറങ്ങളിലുള്ള സാധാരണക്കാരായ കുട്ടികൾക്കും ഗ്ലോബൽ എഡ്യൂക്കേഷൻ നൽകുക. ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിലൂടെ ഒരു കുട്ടിയെ ഗ്ലോബൽ സിറ്റിസണാക്കി വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഗ്ലോബൽ സ്കൂളിൻ്റെ വിഷൻ. അതിനുവേണ്ടി ഗ്ലോബലി ഉള്ള സിലബസിലൂടെ എല്ലാ ഫെസിലിറ്റികളും കൊടുത്ത് സാധാരണ സ്കൂളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിൽ ഒരു കുട്ടിയെ വളർത്തിയെടുത്ത് അവനെ നല്ല ഒരു യുവതലമുറയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഗ്ലോബൽ സ്കൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളുടെ ശാരീരിക ശക്തിയും ആത്മവിശ്വാസവും ടീം വർക്കും വളർത്തിയെടുക്കാൻ അക്കാഡമിക് മികവിനോടൊപ്പം ഇൻഡോർ ഔട്ട്ഡോർ കായിക വിനോദങ്ങളും സ്കൂളിൽ ഒരുക്കിയിട്ടുണ്ട്. ഡയറ്റീഷ്യന്റെ മേൽനോട്ടത്തിൽ തയ്യാറാക്കുന്ന സമീകൃത ആഹാരമാണ് കുട്ടികൾക്ക് നൽകുക. ഒരു ക്ലാസ് മുറിയിൽ 20 കുട്ടികളാണുള്ളത്. പൂർണ്ണമായും ശീതീകരിച്ച ക്ലാസ് മുറികളും സ്കൂൾ ബസ്സുകളുമാണ് അമൃത ഗ്ലോബൽ സ്കൂൾ ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴ നഗരത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സ്കൂൾ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഈ വർഷം പ്രൈമറി 1-ാം ക്ലാസ് വരെയാണ് ഉണ്ടാവുക. അടുത്ത വർഷം 5-ാം ക്ലാസ് വരെയുണ്ടാകും. നവീനമായ ചിന്തയും കാഴ്ചപ്പാടുകളുമായി ആലപ്പുഴ നഗരത്തിന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് പുതിയ ദിശാബോധം നൽകുകയാണ് അമൃത ഗ്ലോബൽ സ്കൂൾ. അമൃത ന്യൂസ്, ആലപ്പുഴ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.